ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അതെന്താന്ന് വിചാരിച്ചാൽ പിന്നെ ചോറ് വെച്ചിട്ട് ഒരു തൊട്ടുപരട്ടി, അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കണത്. പിന്നെ ചോറ് എന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസത്തെ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ഒന്നും നമുക്ക് അങ്ങനെ കളയേണ്ട ആവശ്യം വരുന്നില്ല. ആ ചോറ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തൊട്ട് വരട്ടിയാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇനി ആരും അങ്ങനെ ചോറൊന്നും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ കളയേണ്ട ആവശ്യമേ വരുന്നില്ല. അങ്ങനെ ഓരോരോ പലഹാരങ്ങളാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇന്ന് ഞാൻ തൊട്ട് വരട്ടി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചോറ് വെച്ചിട്ടുള്ള തൊട്ട് വരട്ടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഇത്രയും ചോറ് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് സവാള ഒരു വലിയൊരു സവാള ഞാൻ ഇതേപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് അരിപ്പൊടി വേണം കുറച്ച്. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ നല്ലോണം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് അതേപോലെ കണ്ടില്ലേ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, അത് ഞാൻ അങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ചൊരു കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് എന്നാലിനി ഈ ചോറുണ്ടല്ലോ, ഈ ചോറ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ഇതിലിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. അതേപോലെ മല്ലിയുടെ ഇല, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതേപോലെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഞാൻ എടുത്തിട്ടുള്ള ഒരു പേരിന് മാത്രം ഇട്ട ഒരു കളറ് ചെറുതായി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടി ഞാൻ പറഞ്ഞില്ലേ, അരിപ്പൊടി ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് കുഴച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. കുറച്ചുകൂടി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇങ്ങോട്ട് കുഴച്ചെടുക്കാം നമുക്ക്. കണ്ടില്ലേ, ഇതേപോലെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ 2 ഇല പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കട്ടെ. വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമുക്ക് ആ മാവുണ്ടല്ലോ, നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ കുഴച്ച് വെച്ചത്, അതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്നും കൂടെ പരത്തി കൊടുക്കാം. കണ്ടില്ല, ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാൻ കിട്ടും. എന്നിട്ട് ഈ ഇലയിൽ നമുക്ക് അങ്ങോട്ട് പരത്തി കൊടുക്കാം. വല്ലാതെ നൈസാക്കിയിട്ട് വേണ്ട കേട്ടോ. തൊട്ട് പരട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കട്ടിയിലാണ് ഉണ്ടാവുക. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഇനി അതിലും കൂടി പരത്തി വെക്കട്ടെ.
കണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ടൊരു ദോശച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഈ നമ്മൾ പരത്തി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് അങ്ങോട്ട് വെച്ച് ആക്കി കൊടുക്കാം. കണ്ടില്ലേ, അതിലകത്ത് വെച്ച് കൊടുത്തു. ഇനി അത് ചൂടായാൽ പിന്നെ അതിങ്ങോട്ട് പോരും. കണ്ടില്ലേ പോരുന്നത്. ഇനി ഒന്ന് ചൂടായിട്ട് വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, അതിന്റെ മേലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നെയ്യോ എന്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായി ഒന്ന് ആയി വരട്ടെ. കണ്ടില്ലേ, ഇതിങ്ങടെ ആയി വന്നിട്ടുണ്ട്. ഇത് വാങ്ങി വെച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ വില അങ്ങോട്ട് പോകുന്നത്. അതിനാണ് നമ്മൾ അടിയിൽ വെളിച്ചെണ്ണ പരത്തി കൊടുത്തത്. അപ്പൊ പിന്നെ ഇല അങ്ങോട്ട് വേഗം അങ്ങോട്ട് പോന്നോളൂ. നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ പരത്തി കൊടുക്കാം. ഇതൊന്നും കൂടെ ആയി വരട്ടെ. നമുക്കിനി ഇതിങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ പടി കൂടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ആയി കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് വാങ്ങി വെക്കാം. അങ്ങനെ നമ്മുടെ ചോറ് വെച്ചിട്ടുള്ള തൊട്ട് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കറികളൊന്നും കൂട്ടി കഴിക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുള്ളവർക്ക് കൂട്ടിയിട്ട് കഴിക്കാം. അതല്ല കറി വേണമെന്ന് യാതൊരു ആവശ്യമില്ല. എന്താ വെച്ചെങ്കിൽ മുളകും പിന്നെ എന്താ പറയുക പച്ചമുളക് ഉണ്ട്, കറിവേപ്പിലുണ്ട്, എല്ലാ സാധനങ്ങളും കൂട്ടിയിട്ടാണല്ലോ നമ്മൾ ആക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കറിയുടെ ആവശ്യം കൂടി വരുന്നില്ല. നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ തന്നെ പറ്റും. അപ്പൊ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.